ആദ്യം NHAന്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രീണിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പൊ അതിന്റെ ചെറിയ വിഷയം. ഊരാളുങ്കൽ അടക്കമുള്ള ലേബർ കോൺട്രാക്ട് സൊസൈറ്റികൾക്ക് അറ്റ് എ ടൈം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന വർക്കുകളുടെ മൊത്തം തുക എത്രയാണ് എന്നുള്ളത് കൃത്യതയോടുകൂടി ഒന്നുകൂടി നിജപ്പെടുത്തുമോ? ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ വർക്ക് കൊടുക്കുമ്പോൾ ലിമിറ്റ് ഉണ്ടായിരുന്നു. 25 കോടി, 50 കോടി, 100 കോടിയാക്കി. 2001 പിന്നെ 200, 300 ആയി. പിന്നെ 2020-22 ആയപ്പോൾ 500 കോടിയായി. ഇപ്പോൾ 22 ശേഷം അൺലിമിറ്റ് ആയി. എത്ര കോടി രൂപയുടെ വർക്ക് എടുക്കാന്നുള്ള ഒരു ഇതിലേക്ക് അത് എത്തിയിട്ടുണ്ട്. അത് ബഹുമാനപ്പെട്ട അംഗം ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതൊന്ന് ഗൗരവമായി ഒന്ന് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായി സംസാരിച്ച് അതിനൊരു തീരുമാനമുണ്ട്. അപ്പൊ ഇവരുടെ ഈ കാലതാമസം കൊണ്ട് വലിയ നഷ്ടം കേരളത്തിന്റെ ഖജനാവിനടക്കം ഉണ്ടാകുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ സംസ്ഥാനത്തിന് സംഭവിക്കുന്ന നഷ്ടം ഇവരിൽ നിന്ന് ഈടാക്കാനുള്ള നടപടി സ്വീകരിക്കുമോ? അതോടൊപ്പം ഇവർക്ക് വഴിവിട്ട രീതിയിൽ ഏതെങ്കിലും വർക്കുകൾ കൊടുക്കുന്ന അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? കാലതാമസം കാര്യങ്ങളൊക്കെ ഒരു സംവിധാനം ഉണ്ടല്ലോ, ഒരു എഗ്രിമെന്റിന്റെ ഭാഗമായിട്ടാണല്ലോ പോകുന്നത്. അപ്പോൾ അതിനനുസരിച്ചുള്ള നിയമ നടപടികൾ സ്വീകരിക്കാം. വഴിവിട്ട് വർക്കുകൾ കൊടുത്തത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടില്ല. എന്നിരുന്നാലും ഇവിടെ വന്ന ചോദ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും വർക്ക് നോമിനി ആയിട്ടോ അല്ലെങ്കിൽ വൈകിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാം. ഊരാളുങ്കൽ സൊസൈറ്റി വഴി നിർമ്മിക്കുന്ന പ്രവൃത്തികളുടെ നിർമ്മാണ മേൽനോട്ട ചുമതല അവരുടെ സ്വന്തം എഞ്ചിനീയർമാർക്കാണോ? പൊതുമരാമത്ത് വകുപ്പിന്റെ നിരീക്ഷണം ഇക്കാര്യത്തിൽ ഉണ്ടോ എന്ന് വ്യക്തമാക്കാമോ? പൊതുമരാമത്ത് പ്രവൃത്തികളുടെ നിരീക്ഷണം ഒക്കെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള എഞ്ചിനീയർമാരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും, കരാറുകാര് അവരുടെ കോൺട്രാക്ടർമാര് അവര് എഞ്ചിനീയർമാരെ സൈറ്റിൽ വെക്കുന്നുണ്ടാവും. പക്ഷേ ഔദ്യോഗികമായിട്ട് എല്ലാ കാര്യങ്ങളും പൊതുമരാമത്ത് വകുപ്പ് ആണ് നിരീക്ഷിക്കുന്നത്. പ്രീ ക്വാളിഫിക്കേഷൻ അടക്കമുള്ള ചില കാര്യങ്ങളിൽ നിബന്ധനകളിൽ ഇളവ് നൽകി ഊരാളുങ്കൽ സൊസൈറ്റിയെ അമിതമായി സർക്കാർ സഹായിച്ചതായി കരുതുന്നുണ്ടോ? പ്രീ ക്വാളിഫിക്കേഷനിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. മറ്റുള്ള കരാറുകാർക്കുള്ള പ്രീ ക്വാളിഫിക്കേഷൻ ഇല്ലെങ്കിൽ അവരെ ഡിസ്ക്വാളിഫൈ ചെയ്യും. പക്ഷെ അവർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ അവരെ ടെൻഡർ അംഗീകരിക്കില്ല. നേരെ മറിച്ച് ഇവർക്ക് നിബന്ധനയിൽ ഇളവ് നൽകിയത് കൊണ്ടാണ് ഊരാളുങ്കൽ സൊസൈറ്റിനെ കൺസിഡർ ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ച കാര്യം ഒന്ന് പരിശോധിക്കണം. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അംഗീകരിച്ച എസ്റ്റിമേറ്റ് തുക ക്രമവിരുദ്ധമായി പിന്നീട് വർദ്ധിപ്പിച്ച് കൂടുതൽ തുക സൊസൈറ്റിക്ക് അനുവദിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാം. അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ നമുക്ക് അന്വേഷിക്കാം. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കിഫിയുടെ മുഖാന്തരം പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള എത്ര പദ്ധതികൾ ഊരാളുങ്കൽ സൊസൈറ്റിക്ക് നൽകിയിട്ടുണ്ട്? ടെൻഡറിൽ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, അവര് നേരിട്ട് ടെൻഡർ കോട്ട് ചെയ്തിട്ട് ലോവസ്റ്റ് ആയിട്ട് വന്നതുണ്ട്. ചിലത് ലോവസ്റ്റ് ആയിട്ട് ചെയ്ത ടെൻഡറിൽ പെർസെന്റേജിന്റെ ഡിഫറൻസ് വരുമ്പോൾ 10% അവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ 46 പ്രവൃത്തികളാണ് കിഫ്ബി മുഖാന്തരം അവർക്ക് ലഭിച്ചിട്ടുള്ളത് പ്രൈസ് ഡിഫറൻസിൽ. വളരെ നല്ല നിലയിൽ പ്രവർത്തിക്കുന്നതാണ് ഊരാളുങ്കൽ സൊസൈറ്റി. NHAയുടെ ഒരു റീച്ച് കാസർഗോഡ് സമയബന്ധിതമായി പൂർത്തീകരിച്ചതും ഈ മാതൃകാപരമായ കാര്യം വകുപ്പിന്റെ ശ്രദ്ധയിലുണ്ടോ? ആദ്യം NHAന്റെ വർക്ക് നന്നായി നടത്തി, അത് കേന്ദ്രത്തിനെ പ്രീണിപ്പിച്ചു. നമ്മളെ നാട്ടിലെ വർക്കൊന്നും ഭംഗിയായിട്ട് നടന്നില്ല. അതാണ് ഇപ്പൊ അതിന്റെ ചെറിയ വിഷയം. പിന്നെ ആണെങ്കിൽ അവര് ആദ്യം നല്ല ക്വാളിറ്റി വർക്കായിരുന്നു. അതുകൊണ്ടാണ് എല്ലാവരും ഊരാളുകളുടെ പിന്നാലെ പോയത്. വർക്കിനോട് കൂടി ഇപ്പൊ അവരുടെ നിയന്ത്രണത്തിലല്ല കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങൾക്കും എനിക്കും എല്ലാവർക്കും നാട്ടുകാർക്കും അറിയാം. സാർ, മറ്റു പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും ഇവർ ഏറ്റെടുക്കുന്ന പ്രവൃത്തികളുടെ എസ്റ്റിമേറ്റും തമ്മിൽ വലിയ അന്തരമുണ്ടോ? അത് പരിശോധിക്കാൻ പ്രത്യേകമായ ഒരു അന്വേഷണം നടത്താൻ ഗവൺമെന്റ് തയ്യാറാവുമോ? സർ, അങ്ങനെ ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടില്ല. ഏതാനും ഇവിടെ മെമ്പർ സൂചിപ്പിച്ചതുപോലെ അക്കാര്യം ഉണ്ടെങ്കിൽ ഒന്ന് പരിശോധിക്കാം. കഴിഞ്ഞ 10 കൊല്ലക്കാലത്തിനുള്ളിൽ ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സർക്കാർ എത്ര രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട് എന്നും, അപ്പോൾ അവരുടെ സബ്സിഡറി കമ്പനികൾ മുഖേനയും എത്ര കോടി രൂപയുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ടെന്നും, ഇതിൽ എത്ര കോടി രൂപയുടെ വർക്ക് ടെൻഡർ മുഖേന കൊടുത്തിട്ടുണ്ടെന്നും ടെൻഡർ ഇല്ലാതെ കൊടുത്തിട്ടുണ്ടെന്നുള്ളതും ഒന്ന് വ്യക്തമാക്കാം. ഈ ചോദ്യത്തിന് വിശദമായി ഒന്ന് മറുപടി പറയണമെങ്കിൽ അത് അടുത്ത് ബന്ധപ്പെട്ട അംഗത്തെ അറിയിക്കാം. പിന്നെ ഈ കോൺട്രാക്ട് ഇല്ലാതെ ഇപ്പോൾ ULCCയിൽ നിലവിൽ നോൺ PMC കൺസൾട്ടൻസി ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിനാൽ 1 കോടി രൂപ വരെയുള്ള വർക്ക് അവർക്ക് നോമിനി ആയിട്ട് വർക്ക് അവാർഡ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. അതാണ് ഇപ്പോൾ നിലവിലുള്ള ഒരു സംവിധാനം. മറ്റു കാര്യങ്ങൾ പിന്നീട്. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ തദ്ദേശീയരായ തൊഴിലാളികൾക്ക് ആവശ്യമായ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന പരാതി പരിഹരിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് വ്യക്തമാക്കാമോ? തദ്ദേശീയ ആളുകൾക്ക് ജോലി ലഭിക്കുന്നില്ല എന്ന പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം അന്വേഷിക്കുന്നതാണ്. ഇവർക്ക് നമ്മൾ ഈ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കൊക്കെ ഈ ഇളവ് കൊടുക്കുന്നത് നാട്ടിലെ ആളുകൾക്ക്, തൊഴിലാളികൾക്ക് ജോലി ലഭ്യമാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. ഇതിപ്പം നമ്മൾ ഇവർക്ക് സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ഇല്ല, പെർഫോമൻസ് ഗ്യാരണ്ടി ഇല്ല, ടെൻഡറിൽ 10% ഇളവ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം
ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണെങ്കിൽ തന്നെ ഈ പ്രൈസ് ഡിഫറൻസിന് പൊതുമരാമത്ത് വകുപ്പിന്റെ ഇതിൽ 140 കോടി രൂപ അവർക്ക് ലാഭം. മറ്റുള്ള കരാറുകാരെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ അത്രയും നഷ്ടം സർക്കാർ സഹിക്കുന്നുണ്ട്. 140 കോടി രൂപ കഴിഞ്ഞ കാല പ്രവൃത്തികളിൽ നിന്ന് ഇപ്പോൾ കിട്ടിയ ഒരു കണക്ക് പ്രകാരം അങ്ങനെയാണ്.